രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സേവന ദാതാക്കളായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്കും നിക്ഷേപകർക്കും ജാഗ്രതാ നിർദ്ദേശവുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ്. തങ്ങളുടെ തന്നെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ ആപ്പുകളും വെബ്സൈറ്റുകൾക്കും എതിരെയാണ് പൊതു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കമ്പനി നൽകിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാനും കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഓൺലൈനിൽ നടക്കുന്ന ചില പ്രധാനതരം തട്ടിപ്പുകളാണ് ഇപ്പോൾ അവർ പ്രധാനമായും കാണിക്കുന്നത്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് വ്യാജ പേയ്മെന്റ് സൈറ്റുകളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആയ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ടെലഗ്രാമും പോലുള്ള ആപ്പുകളിൽ ഏതെങ്കിലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സൈറ്റുകളിൽ ചെല്ലാനും അതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഓൺലൈൻ പേയ്മെന്റുകൾ വഴി നിങ്ങൾക്കത് റിയൽ മണിയായി വിഡ്രോ ചെയ്യാം എന്നുള്ള തരത്തിലുള്ള വ്യാജ ന്യൂസുകളും അതുപോലെ തന്നെ മെസ്സേജുകളും, അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ ലിങ്കുകൾ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ ഉപയോഗിക്കാനോ പാടുള്ളതല്ല എന്ന് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ചില കമ്പനികൾ ചില ലിങ്കുകൾ അയച്ചു തരുമ്പോൾ ആ ലിങ്കിന്റെ സബ്ബായിട്ട് വേറെ ലിങ്കുകളും താഴെ വരും. അതായത് ഒരു പേജിൽ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ട് ചെല്ലുമ്പോൾ നമ്മൾ മറ്റു പല ലിങ്കുകളെ കാണാനും ആ ലിങ്കിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആ ലിങ്കിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് പെട്ടെന്ന് തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയേറും. ചില സാഹചര്യങ്ങളിൽ ചില മെസ്സേജുകൾ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ സ്ക്രാച്ച് ആൻഡ് വിൻ വഴി നിങ്ങൾക്കത് ശരിയാക്കാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയുടെ പിൻ അടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ ക്യാഷും അവർ തട്ടിയെടുക്കാനുള്ള സാധ്യതകളുള്ളൂ. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഫിഷിംഗ് തട്ടിപ്പുകളും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതാണ് വ്യാജ കോളുകൾ. ഇതിനെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് വ്യാജ കോളുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾ കേസുകളിലെ പ്രതിയാണെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൂടുതൽ വന്നെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തരത്തിലുള്ള ഏതെങ്കിലും കോളുകൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളും അതുവഴി നിങ്ങളുടെ ക്യാഷ് നശിപ്പിക്കാനുള്ള പദ്ധതിയും ഇവർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള 3 തട്ടിപ്പാണ് ഇപ്പോൾ പ്രധാനമായും കമ്പനി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയരാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു തട്ടിപ്പിന് വിധേയമാകേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും അതുവഴി നിങ്ങളുടെ പണം തിരികെ എത്താനുള്ള സാധ്യതകൾ ഏറുകയും ചെയ്യും. സമയം വൈകും തോറും അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കൂടും. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.